വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. പുറത്തു വരുന്ന വാർത്തകൾ ആനപ്രേമികളെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്നതാണ്. പക്ഷേ കോടതി നിലപാട് കടുപ്പിച്ചാൽ അന്തിമ ഉത്തരവ് ഇന്ന് വരും. ആ ഉത്തരവിൽ 3 മീറ്റർ ആനയും തമ്മിലുള്ള ദൂരം, 8 മീറ്റർ ആനകളും കാണികളും തമ്മിലുള്ള ദൂരം, ആ നിലയിലൊക്കെ പൂരം നടത്തുക സാധ്യമാണോ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഒരു അക്ഷരാർത്ഥത്തിൽ ഈ ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഏറ്റവും പെട്ടെന്നും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാധിക്കുന്നത് തൃശ്ശൂർ പൂരത്തെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തൃശ്ശൂർ പൂരം നിലവിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പെസോറക്കിയ ഉത്തരവ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആനയുമായി ബന്ധപ്പെട്ട വിഷയം. ഒരു കാര്യം നമുക്ക് പക്ഷയായ യാഥാർത്ഥ്യമുണ്ട്, കുടമാറ്റം. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ കുടമാറ്റം എന്ന ലോകത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ച എന്ന് നാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന കുടമാറ്റം എന്ന ചടങ്ങ് നടത്താനാവില്ല. 15 ആനകൾ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും പരസ്പരം മുഖാമുഖം നിന്ന് 15 ആനകളാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്, വളരെ അടുത്താണ് നിൽക്കുന്നത്. അത് ആ സ്ഥലപരിമിതികൾ വളരെ പ്രധാനപ്പെട്ട. ഇത്തരത്തിൽ കുടമാറ്റം പൂർണ്ണമായും നടത്താൻ കഴിയില്ല. മറ്റൊന്ന് ഇലഞ്ഞിത്തറ മേളമാണ്. ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ അകത്ത് ഒരു പക്ഷേ കുറച്ചൊക്കെ മാറി നിന്നാൽ അകറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ട്. ഇത്തരത്തിൽ പല പൂരങ്ങളുടെ പല പ്രധാനപ്പെട്ട ചടങ്ങുകളും നടത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇത് ഹൈക്കോടതിയുടെ ചില കമൻറ്റുകൾ നേരത്തെ ശ്യാം ദേവരാജ് പറഞ്ഞു, കോവിഡ് കാലത്ത് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന്. പക്ഷേ ഓരോ കാലഘട്ടങ്ങളിലും മാറി മാറി വരുമ്പോൾ ആ ആഘോഷങ്ങളുണ്ടാവും. ആ ആഘോഷങ്ങളെ ഉൾക്കൊള്ളാൻ, അത് കാണാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് വരുന്നത്. എല്ലാം നിയമവ്യവസ്ഥയിലൂടെ ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് ഇവരുടെ വാദം. പ്രധാനമായും ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തൃശ്ശൂർ പൂരം പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പൂരപ്രേമികളുണ്ട്. ദേവസ്വങ്ങൾ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. കോടതിയിൽ നിൽക്കുന്ന കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും തുടർവാദങ്ങളും മേൽക്കോടതിയെ സമീപിക്കേണ്ടതുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ദേവസ്വങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒരു പരസ്യ പ്രതികരണത്തിന് പോകുന്നില്ല. എന്താണ് സത്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ? തൃശ്ശൂർ പൂരമടക്കം കേരളത്തിലെ ഏറ്റവും അധികം പൂരോത്സവങ്ങൾ നടക്കുന്നത്, ലോകത്തിന് മുമ്പിൽ പൂരം എന്ന സംസ്കാരത്തെ എടുത്തു കാണിച്ചത് തൃശ്ശൂരും പെരുവന മാറാട്ടുപുഴയുമാണ്. 24 ക്ഷേത്രങ്ങൾ പങ്കെടുക്കുന്ന പെരുവന മാറാട്ടുപുഴ പൂരവും 10 ക്ഷേത്രങ്ങൾ പങ്കെടുക്കുന്ന തൃശ്ശൂർ പൂരവുമൊക്കെ ഈ തരത്തിലാണെങ്കിൽ നടക്കാൻ പറ്റില്ല. പാറമേക്കാവിന് മുമ്പിലുള്ള രാത്രി പഞ്ചവാദ്യം 7 ആനകളെ നിരത്തി നിർത്താനുള്ള സ്ഥലമില്ല. അത് കഴിഞ്ഞ് 5 മീറ്റർ അപ്പുറത്ത് തീവെട്ടി, അതിന് 10 മീറ്റർ അപ്പുറത്ത് വാദ്യക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വടക്കുന്നാഥിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെ നിന്നിട്ട് വേണ്ടി വരും കാണികൾക്ക് ഇത് കാണാനായിട്ട്. അത്രയും ഭീകരമായ ഈ ലോകത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്ന് ആര് വന്നാലും ഇവിടെ പൂരത്തിൻ്റെ ചിത്രങ്ങളും പൂരത്തിൻ്റെ ശില്പങ്ങളുമാണ് നമ്മൾ കൊടുക്കുന്നത്. വളരെയധികം ജനങ്ങളെ ജീവിക്കാനായിട്ട് മാധ്യമങ്ങളടക്കം, ഞാൻ പറയുന്നു 10 ദിവസം പൂരം കൊടിയേറ്റം മുതൽ ഉത്രം കഴിയുന്നത് വരെയുള്ള എല്ലാ ദിവസവും ലൈവ് അടക്കം നിങ്ങൾക്കടക്കം ജീവനോപാധിയാണ് പൂരം. ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾ ആസ്വദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കിതിൽ വേറെ ഒന്നും ഇതിൽ നിന്ന് കിട്ടാനില്ല. അപ്പോൾ ഇത് വലിയൊരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കുന്നതിന് ഇന്നത്തെ കാലത്ത് പൂരത്തിന് വലിയൊരു പങ്കുണ്ട്. ആ പങ്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൻ്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കി, ഇതിൻ്റെ കൃത്യത മനസ്സിലാക്കി, പൂരത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഇതിനു വേണ്ടി ഇടപെടണം. പൂരം നിൽക്കരുത്, ഈ സംസ്കാരം നിൽക്കരുത്. ഇപ്പോൾ ഈ ആനകളുടെ വിഷയമാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കോടതി പല വ്യാഖ്യാനങ്ങളും ഇതിന് നൽകുന്നുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് യാതൊരു ചടങ്ങും നടത്താൻ കഴിയില്ല. ഈ ആനകളുടെ ദൂരപരിധി, അതുപോലെ തന്നെ ആളുകളും ആനകളും തമ്മിലുള്ള ദൂരപരിധിയേക്കും വെച്ച് ഇനി എന്തതിൻ്റെ സൊല്യൂഷൻ? ഈ ഇത്തരം നിലപാടുകളിൽ നിന്നും മാറ്റം വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ കേരളത്തിലെ ഉത്സവപ്രേമികളെ മൊത്തം ആശങ്കയിലാക്കുന്ന നിയമങ്ങളാണിപ്പോൾ ഓരോ ആഴ്ചയിലും വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ആന എഴുന്നള്ളിപ്പാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡറുകളെല്ലാം നമ്മൾ കേൾക്കുന്നു, കാണുന്നു. എങ്കിലും സർക്കാർ മൗനം വെടിഞ്ഞ് അഡ്വക്കേറ്റ് ജനറൽ മുഖേന, ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് മുഖേന എല്ലാവരും ഇത് ഇടപെട്ട് ചർച്ച ചെയ്ത് ഇതിൽ വരുത്താവുന്ന മാറ്റങ്ങളെ, ഗുണകരമായ മാറ്റങ്ങളെ, പ്രായോഗികമല്ലാത്ത നിയമങ്ങൾ കൊണ്ടുവന്നാൽ ഒരിക്കലും പാലിക്കപ്പെടാൻ പറ്റില്ല. ആ സംവിധാനങ്ങൾ ചെയ്യണം. മാത്രമല്ല ഇത്തരം ഓർഡർ ഇറക്കുന്നവരുടെ പൂർവ്വകാല പശ്ചാത്തലം പരിശോധിച്ച് അതിന് വേണ്ട നടപടികൾ കൈക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെയും നീതിന്യായ വ്യവസ്ഥയെയും ബഹുമാനിക്കുന്നു. അതോടൊപ്പം നമ്മുടെ നാടിന് പാലിക്കാൻ പറ്റുന്നതും നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കുന്നതുമായ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ നിലനിർത്താൻ സഹായിക്കണമെന്നാണ്
സർക്കാരിനോടും Okay. ബഹുമാനപ്പെട്ട Okay, നീതിന്യായ Jason. വ്യവസ്ഥയോടും അപേക്ഷിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. സുരക്ഷ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല, പ്രായോഗികമാകണം എന്നുള്ളതാണ് പൂരപ്രേമികളുടെ ആവശ്യം, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, എല്ലാ തൃശ്ശൂർ പൂരം കഴിഞ്ഞ തവണ തന്നെ നാം ഇലക്ഷൻ്റെ സമയത്താണെങ്കിൽ പോലും നമ്മൾ വന്ന് വളരെ ഭംഗിയായിട്ട് എങ്ങനെയാണ് കുടമാറ്റം നടത്താൻ കഴിയുക? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണത്. മറ്റെല്ലാ ചടങ്ങുകളും മാറ്റിവെക്കാം. ഇപ്പോൾ ഇലഞ്ഞിത്തറമളം മാറ്റിവെക്കാം, അല്ലെങ്കിൽ മാറ്റിവെക്കാം എന്ന് പറഞ്ഞാൽ ആനകളെ കുറച്ചും കൂടി അകറ്റി നിർത്താനായിട്ടുള്ള സ്പേസ് ഉണ്ടെന്ന് വയ്ക്കാം. കുടമാറ്റം തെക്കേ ഗോപുരനടയിലല്ലാതെ എവിടെയാണ് നടത്താൻ കഴിയുക? തെക്കേ ഗോപുരനടയിൽ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന കുടമാറ്റത്തിന് ആനകളെ നിരത്തുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്കും അപ്പുറത്തേക്ക് ഒരു ആനയിൽ നിന്ന് 3 മീറ്റർ ഇടവിട്ടാൽ ഇവിടെ നിന്ന് ഏതാണ്ട് കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെ ഒരു ആനകളെ നിരത്തി നിർത്തേണ്ടി വരും. അത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തൃശ്ശൂർ പൂരം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ വലിയ പ്രതിസന്ധിയിലാകും. ഹൈക്കോടതി കർശനമായ നിബന്ധനകളോടുകൂടിയാണെങ്കിൽ തൃശ്ശൂർ പൂരം പഴയതുപോലെ നമുക്ക് ആഘോഷിക്കാൻ കഴിയില്ല. അതാണ് വാസ്തവം, അല്ലേ ജെയ്സൺ? ഒരിക്കലും കഴിയില്ല. അതാണ് പൂരപ്രേമികളെ നിരാശയിലാഴ്ത്തുന്നതും. കോടതി അതൊക്കെ പരിഗണിക്കുമായിരിക്കും. നമുക്കിന്നേ പറയാൻ കഴിയൂ. കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കേണ്ടത്. നമുക്ക് താങ്ക് യു ജെയ്സൺ.